പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിന്ദി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. आज हम एक डायरी पढ़ेंगे. डायरी का नाम है बात उस मंगलवार की. ഈ ഡയറി എഴുതിയിരിക്കുന്നത് ഡോക്ടർ രമണി അഡ്കുരിയാണ്. ഡോക്ടർ രമണി അഡ്കുരി ആദിവാസി മേഖലകളിൽ മുഫ്ത് മേ സൗജന്യമായിട്ട് സ്വാസ്ഥ്യ ചികിത്സ കർണേ വാല എക് ഡോക്ടർ ഹെ. ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടറാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ദരിദ്രരായ രോഗികൾക്ക് വേണ്ടിയാണ് ഡോക്ടർ രമണി അഡ്കുരി മാറ്റിവെച്ചിട്ടുള്ളത്. അവരുടെ ഒരു ഡയറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പാഠ് കാ നാം ബാത് ഉസ് मंगलवार की. देखो बच्चों, पैराग्राफ नंबर 1. आज मंगलवार है और मैं अचान कमार अभयारण्य छत्तीसगढ़ में बसे ബാഹ്മനി गाँव में हूँ. രമണി അഡ്കുരി തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് मंगलवार के दिन कहाँ गए हैं? अचान कमार अभयारण्य में गए हैं. मंगलवार क्या होता है? मंगलवार ചൊവ്വാഴ്ച. हफ्ते में कितने दिन है? 7 दिन. ഏതൊക്കെയാണത്? രവിവാർ, സോമവാർ, मंगलवार, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. ഇതിൽ ഏത് ദിവസമാണ് രമണി അഡ്കുരി തൻ്റെ സുഹൃത്തുക്കളുമായി അച്ചാൻ കമാർ അഭയാരണ്യത്തിലേക്ക് പോയിരിക്കുന്നത്? मंगलवार के दिन, ചൊവ്വാഴ്ച ദിവസം. तो आज मंगलवार है എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് ചൊവ്വാഴ്ചയാണ്. രമണി അഡ്കുരി ने क्या किया है? मैं अचान कमार अभयारण्य में बसे ബഹ്മനി गाँव में हूँ. मैं ഇവിടെ ആരാണ്? രമണി അഡ്കുരി. तो രമണി അഡ്കുരി कहाँ गए? मैं ഞാൻ അച്ചാൻ കമാർ അഭയാരണ്യ. അച്ചാൻ കമാർ അഭയാരണ്യ. എന്താ അഭയാരണ്യ എന്ന വാക്കിൻ്റെ അർത്ഥം? അഭയാരണ്യ വനമേഖല. അഭയാരണ്യ വനമേഖല അല്ലെങ്കിൽ വന്യജീവി സങ്കേതം. എവിടെയാണ് അച്ചാൻ കമാർ അഭയാരണ്യ സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് മധ്യപ്രദേശിനെ വിഭജിച്ചുണ്ടാക്കിയ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്താണ് അച്ചാൻ കമാർ അഭയാരണ്യ, അച്ചാൻ കമാർ എന്നു പേരുള്ള വന്യജീവി സങ്കേതമുള്ളത്. तो അച്ചാൻ കമാർ അഭയാരണ്യ മേ എക് ചോട്ടാ സാ ഗാവ് ഹെ. ആ വനമേഖലയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട്. ജിസ്കാ നാം ഹെ ബഹ്മനി. അതിൻ്റെ പേരെന്താണ്? ബഹ്മനി എന്നാണ്. तो അച്ചാൻ കമാർ അഭയാരണ്യത്തിലെ ബഹ്മനി ഗാവ് മേ ഹെ രമണി അഡ്കുരി और उनके साथी. രമണി അഡ്കുരിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എവിടെയാണ്? അച്ചാൻ കമാർ അഭയാരണ്യത്തിലെ ബഹ്മനി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. कौन से दिन? मंगलवार के दिन. उनके साथ कितने साथी हैं? अपने 5 साथियों के साथ. 5 साथियाँ क्या हैं? 5 സുഹൃത്തുക്കൾ. उनके साथ कौन कौन है? उनके 5 साथी है. അദ്ദേഹത്തിൻ്റെ 5 സുഹൃത്തുക്കളുണ്ട്. 5 സാത്തി ക്യാ ഹെ? 5 സുഹൃത്തുക്കൾ. ഈ 5 സുഹൃത്തുക്കളുമായി എവിടേക്ക് പോയിരിക്കുന്നു? അച്ചാൻ കമാർ അഭയാരണ്യ മേ ഗയാ ഹെ. വഹാ ബഹ്മനി ഗാവ് മേ. അവിടെയുള്ള ബഹ്മനി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അവർ ഉള്ളത്. യഹാ പഹുഞ്ചനെ കെ ലിയെ 65 കിലോമീറ്റർ ചലനാ പടാ. ഇവിടേക്ക് എത്താൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം? 65 കിലോമീറ്റർ, 65 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് യഹാ പഹുഞ്ചി ഹെ, ഇവിടെ എത്തിയിരിക്കുന്നത്. अपने 5 साथियों के साथ. ആരോടൊപ്പം? തൻ്റെ 5 സുഹൃത്തുക്കളോടൊപ്പം 65 കിലോമീറ്റർ ചൽക്കർ, 65 കിലോമീറ്ററോളം സഞ്ചരിച്ചു കൊണ്ടാണ് യഹാ പഹുഞ്ചി ഹെ, ഇവിടെ എത്തിയിരിക്കുന്നത്. യാ ഹം ഹഫ്തേ മേ ഏക് ദിൻ ക്ലിനിക് ചലാത്തെ ഹെ. ഇവിടെ ഞങ്ങൾ ഹഫ്തേ മേ ഏക് ദിൻ. ഹഫ്ത ക്യാ ഹെ? ആഴ്ച അല്ലേ? കിത്തനെ ദിൻ ഹെ ഹഫ്തേ മേ? 7, 7 ദിവസങ്ങൾ അല്ലേ? ഉസ്മേ ഹഫ്തേ മേ ഏക് ദിൻ, ഒരു ദിവസം യഹാ ക്ലിനിക് ചലാത്ത ഹെ, ഇവിടെ ക്ലിനിക്ക് നടത്താറുണ്ട്. कौन सा दिन? मंगलवार के दिन, ചൊവ്വാഴ്ച ദിവസം. तो मंगलवार के दिन रमणी और उनके साथियों कहाँ पहुँचे हैं? അച്ചാൻ കമാർ അഭയാരണ്യ മേ. അച്ചാൻ കമാർ എന്ന വന്യജീവി സങ്കേതത്തിലെത്തിയിരിക്കുകയാണ്. വഹാ ബഹ്മനി गाँव में अपने 5 साथियों के साथ वो क्लिनिक चलाते हैं. तो ये क्लिनिक में कौन से लोग आएंगे? हाँ, ज़्यादातर आदिवासी लोग
കൂടുതലും എങ്ങനെയുള്ള ആളുകളാണ് വരിക? ആദിവാസികളായ ആളുകളാണ് ഈ ക്ലിനിക്കിലേക്ക് വരിക. അച്ചാൻ കമാർ की विशेषता क्या है मालूम? അച്ചാൻ കമാറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? देखो, अचान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे हैं. അച്ചാൻ കമാർ വനമേഖലയിലെ സുന്ദർ ഘനെ ജംഗൽ. സുന്ദർ ഘനെ ജംഗൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സുന്ദരമായ ഘന ജംഗൽ. എന്താണ് ഘന ജംഗൽ? ഇടതൂർന്ന കാടുകൾ. ഘന ജംഗൽ, ഇടതൂർന്ന കാടുകൾ. ഇവിടെ ജംഗൽ എന്നതിനെ വിശേഷിപ്പിക്കുകയാണ് ഏത് ശബ്ദം കൊണ്ട്? ഘന എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശേഷണം ഘനയാണ്, സംഖ്യ ഏതാണ്? ജംഗൽ. അപ്പോൾ ഘനേ ജംഗലവുമേ, ഇടതൂർന്ന കാടുകളിൽ, ഗുസർത്തെ ഹുയെ, ഗുസർന കടന്നു പോവുക, ടു പാസ്. ഗുസർത്തെ ഹുയെ കടന്നു പോയിക്കൊണ്ട്, കൈ ജർനെ നാലെ, ഒരുപാട് ജർനെ നാലെ. ജർന ക്യാ ഹേ? ജർന അരുവികൾ, നാല തോടുകൾ. കൈ ജർനെ നാലെ എന്ന് പറഞ്ഞാലോ ഒരുപാട് അരുവികളും തോടുകളും പാർ കർക്കെ കടന്നുകൊണ്ട് ഹം യഹാം പഹുഞ്ചെ, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. കഹാ? അഭയാരണ്യക്ക് അന്തർ ബഹ്മനി ഗാവ്മേ, അഭയാരണ്യത്തിനുള്ളിലെ ബഹ്മനി എന്ന ഗ്രാമത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. तो അച്ചാൻ കമാർ കെ വിശേഷത ക്യാ ഹെ? എന്തൊക്കെയാണ് അച്ചാൻ കമാറിൻ്റെ പ്രത്യേകത? യഹാ സുന്ദർ ഘനെ ജംഗൽ ഹെ, കൈ ജർനെ നാലെ ഹെ, അല്ലേ? ये सब पार करके, ഇതെല്ലാം കടന്നിട്ടാണ് वे कहाँ पहुँचे हैं? बहमनी गांव में पहुँचे हैं. बरसात का मौसम था. बरसात क्या है? बरसात മഴ. ബർസാത് का मौसम മഴയുടെ സീസൺ ആയിരുന്നു അല്ലേ? ബർസാത് का मौसम എന്താണ്? മഴയുടെ സീസൺ, യാനി മഴക്കാലം. മണിയാരി നദി, और यहाँ की एक प्रसिद्ध नदी है മനിയാരി നദി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നദിയാണിത്, മനിയാരി എന്ന് വിളിക്കുന്ന നദി. ഇസ് നദി മേ പൂരാ പാനി ഹെ, നിറയെ വെള്ളമാണ്. നദി മേ ക്യാ ഹെ? പൂരാ പാനി. ക്യൂ നദി മേ പൂരാ പാനി ഹുവ? എന്തുകൊണ്ടാണ് നദിയിൽ ഇത്രയധികം വെള്ളമായിരിക്കുന്നത്? ഹാ, ബർസാത് കാ മൗസം, മഴക്കാലമാണല്ലേ. ഓർ ബാരിഷ് ജ്യാദാ ബാരിഷ് ആ ഗയ, കൂടുതൽ മഴ പെയ്തിരിക്കുന്നു. ഓർ ഇസ്കെ വജഹ സെ, ഇത് കാരണമോ മനിയാരി നദി മേ പൂരാ പാനി ഹെ, മനിയാരി നദിയിൽ ഒരുപാട് വെള്ളമാണ്. ഓർ നദി മേ കോയി പുൽ നഹീ ഹെ, നദിയിലാണെങ്കിലോ കോയി പുൽ നഹീ ഹെ. പുൽ ക്യാ ഹെ? പുൽ പാലം, ബ്രിഡ്ജ്. तो നദി മേ കോയി പുൽ നഹീ ഹെ, നദികളിൽ പാലങ്ങളൊന്നും ഇല്ല. ബച്ചോ, നദി മേ പുൽ നഹീ ഹെ, നദിയിൽ പുൽ പാലമില്ലല്ലേ. तो इससे क्या मुश्किल है? ഇതുകൊണ്ട് എന്താണ് പ്രയാസം? वो कैसे നദി പാർ കरेंगे, എങ്ങനെയാണ് അവർ നദി മുറിച്ച് കടക്കുക? हाँ, उनकी गाड़ी कैसे दूसरे സൈഡ് മേ പहुँच जाएंगे, രണ്ടാമത്തെ വശത്തേക്ക്, നദിയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എങ്ങനെ എത്തിക്കും? ये तो मुश्किल है അല്ലേ. तो नदी पर कोई पुल नहीं है और नदी पर तो पूरा पानी भी है, നിറയെ വെള്ളവുമാണ്. तो क्या किया उन्होंने? हमने जीप को इस पार खड़ा कर दिया. ഞങ്ങൾ ജീപ്പ് എന്ത് ചെയ്തു? ഇസ് പാർ, ഈ വശത്ത്, നദിയുടെ ആ ഒരു വശത്ത്, ഘടാ കർ ദിയ, ഘടാ കർണ നിർത്തിയിടുക. ഇക്കരെ എന്ത് ചെയ്തു? ജീപ്പ് കോ ഘടാ കർ ദിയ, ജീപ്പ് നിർത്തിയിട്ടു. ക്യോങ്കി പുൽ നഹീ ഹെ ഇസ്ലിയെ ആകെ നഹീ ജാ സക്ത, മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. तो ജീപ്പ് കോ നദി കെ ഇസ് പാർ, ഈ കരയിൽ എന്ത് ചെയ്തു? ഘടാ കർണ നിർത്തിയിട്ടു. എന്നിട്ടോ അപ്പനെ രജിസ്റ്റർ ഉപകരൺ വഗേര, തങ്ങളുടെ കയ്യിലുള്ള രജിസ്റ്റർ ഉപകരൺ വഗേര, ഉപകരണങ്ങൾ, വഗേരോ ക്യാ ഹേ? വഗേരോ മുതലായവ എന്നിവ, രജിസ്റ്റർ ഉപകരണം മുതലായവ സർ पर ഉടായെ, എന്തു ചെയ്തു? സർ पर ഉടാന, തലയിലേറ്റുക. സർ पर ഉടാന, തലയിലേറ്റിക്കൊണ്ട് ക്യാ കിയ? നദി പാർ കിയ, നദി മുറിച്ച് കടന്നു. तो उन्होंने क्या किया? रजिस्टर उपकर सर पर उड़ाए. सर पर उड़ाना क्या है? തലയിലേറ്റിക്കൊണ്ട് വേ നദി പാർ കിയ, അവരെന്ത് ചെയ്തു? നദി മുറിച്ച് കടന്നു. क्योंकि नदी पर कोई पुल नहीं है तो गाड़ी आगे नहीं जा सकता, इसलिए रजिस्टर उपकरण वगैरह सर पर उड़ाए, नदी पार किया, नदी मुറിച്ച് കടന്നു. और नदी में कमर तक पानी है. നദിയുടെ അവസ്ഥ എങ്ങനെയാണ്? കമർ ക്യാ ഹേ?
വേസ്റ്റ് അരക്കെട്ട്. കമർ കമർ തക് പാനി ഹെ, അരക്കെട്ട് വരെ എന്താണ്? നദിയിൽ വെള്ളമാണ്. കമർ തക്ക് വേസ്റ്റ് വരെ നദിമേ പാനി ഹെ, അരക്കെട്ട് വരെ നദിയിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. और बरसातों में, बरसात क्या है? बरसात മഴ. बरसातों में മഴയിൽ എന്ത് സംഭവിക്കും? जब नदी नाले उफान पर होते हैं, നദി और नाले നദികളും നാലെ തോടുകളും ഉഫാൻ पर होना, क्या है उफान पर होना? നിറഞ്ഞു കവിയുക. उफान पर होना निरंजु कवियुगा. तो बरसातों में क्या होता है? नदी नाले उफान पर होते हैं, निरंजु कवियुन्नु. तो कई गांव एक दूसरे से कट जाते हैं, ഒരുപാട് ഗ്രാമങ്ങൾ एक दूसरे से कट जाते हैं. एक दूसरे से कटना എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം വേർപെട്ടു പോകുക. ഗ്രാമങ്ങൾ പരസ്പരം एक दूसरे से कट जाते हैं, പരസ്പരം വേർപെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ്? ബർസാത്മോ മേ നദി നാലെ ഉഫാൻ पर होना, നിറഞ്ഞു കവിയുമ്പോൾ നദിയും തോടുമെല്ലാം വെള്ളത്താൽ നിറഞ്ഞു കവിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കൈ ഗാവ് ഒരുപാട് ഗ്രാമങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഏക് ദൂസരെ സെ കട്ട് ജാത്തെ ഹെ, പരസ്പരം ഒറ്റപ്പെട്ടു പോകുന്നു. പരസ്പരം എന്ത് ചെയ്യുന്നു? കട്ട് ജാന ഒറ്റപ്പെട്ട് പോകുന്നു അല്ലെങ്കിൽ വേർപെട്ടു പോകുന്നു. നദി പാർ കർണേക്കെ ബാദ്, നദി മുറിച്ച് കടന്നാലും 3 കിലോമീറ്റർ ഓർ ചലനാ പടാ, 3 കിലോമീറ്റർ കൂടി മുന്നോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. നദി പാർ കർണേക്കെ ബാദ് ഓർ 3 കിലോമീറ്റർ ചലനാ പടത്താ ഹെ, മുന്നോട്ട് നടക്കേണ്ടതുണ്ട്. ജബ് തക് ഹം ക്ലിനിക് പहुंचे, ഇപ്പോഴേക്കോ ഞങ്ങൾ ക്ലിനിക്കിലെത്തിയപ്പോഴോ പസീനെ പസീനെ ഹോഗെ, എന്ത് കഴിഞ്ഞിരുന്നു? പസീന പസീന ഹോന, ക്യാ ഹെ ഇസ്കാ അർത്ഥ്? വിയർത്ത് കുളിക്കുക. പസീനെ പസീന ഹോന, വിയർത്ത് കുളിക്കുക. तो क्लिनिक में पहुंचे तो वे पसीने पसीने हो गए, यानी वियर्त कुളിച്ചിരുന്നു. देखो 11:30 बजे हम क्लिनिक पहुंचे. 11:30 बजे, 11:30 कितना है? 11:30. സാഠ അരയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 11:30 എന്ന് പറഞ്ഞാൽ 11:30. എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? ആധ എന്ന് പറഞ്ഞാൽ അരയാണ്, ഠേഡ് 1:30ആണ്, ഠായി 2:30ആണ്. അവിടെ മുതലാണ് സാഠെ ഉപയോഗിക്കുന്നത്. 3:30 3:30, 4:30 4:30, 5:30 5:30, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആധ, ഠേഡ്, ഠായി, അത് കഴിഞ്ഞിട്ട് സാഠെ വെച്ച് നമുക്ക് പറയാം. 11:30 ബജെ ഹം ക്ലിനിക് പहुंचे, ഞങ്ങൾ എവിടെ എത്തി? ക്ലിനിക്കിലെത്തി. അച്ചി കാസി ഭീഡ്, സാമാന്യം നല്ല ഒരു ആൾക്കൂട്ടം തന്നെ ഹമാര ഇന്തിസാർ കർ രഹി തി, ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അച്ചി കാസി ഭീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാമാന്യം നല്ല ഒരു ആൾക്കൂട്ടം തന്നെ ഹമാര ഇന്തിസാർ കർ രഹി തി, ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എവിടുന്നെല്ലാം ആളുകൾ വരാറുണ്ട്? കൈ ഗാവോൻ സെ ലോഗ് ആത്തെ ഹെ, ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്നും ലോഗ് ആളുകൾ എവിടേക്ക് വരാറുണ്ട്. കൈ ഗാവോസെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്നും ലോഗ് ആത്തെ ഹെ ആളുകൾ വരാറുണ്ട്. അഭയാരണ്യക്കെ അന്തർ ഓർ ബാഹർ, അഭയാരണ്യ ഈ വനമേഖലയുടെ അന്തർ ഉള്ളിൽ നിന്നും ഓർ ബാഹർ പുറത്തു നിന്നും. കഹാസെ ലോഗ് ആത്തെ ഹെ? അഭയാരണ്യക്കെ അന്തർ ഓർ അഭയാരണ്യക്കെ ബാഹർ, ദോനോ ജഗഹോं से, രണ്ട് ജഗഹ് സ്ഥലങ്ങളിൽ നിന്നും, ജഗഹ് എന്താണ്? സ്ഥലങ്ങളിൽ നിന്നും ലോഗ് യഹാ ആത്തെ ഹെ ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. 5 ബജെ തേസ് ബാരിഷ് ശുരു ഹോ ഗയി. 5 ബജെ 5 മണി ആയപ്പോഴേക്കും തേസ് ബാരിഷ് ശുരു ഹോ ഗയി, അതിശക്തമായ മഴ ആരംഭിച്ചു. തേസ് ബാരിഷ്, അതിശക്തമായ മഴ. ഇവിടെ ഏതാണ് വിശേഷണം? തേസ് അല്ലേ? तो തേസ് ബാരിഷ് ശുരു ഹോ ഗയി, അതിശക്തമായ മഴ ആരംഭിച്ചു. അബി ബി കുച്ച് മരീസ് ദേഖ്നെ ബാക്കി ഹെ, ഇപ്പോഴും കുച്ച് മരീസ് കുറച്ച് രോഗികളെ ദേഖ്നെ ബാക്കി ഹെ നോക്കാൻ ബാക്കിയുണ്ട്. ആജ് ഹംനെ 70 മരീസ് ദേഖെ, ഇന്ന് ഞങ്ങൾ 70 മരീസ് 70ഓളം രോഗികളെ പരിശോധിച്ചു. 70 കിतना है? 70 രോഗികളെയാണ് ഇന്ന് ഞങ്ങൾ പരിശോധിച്ചത്. അബ് തക് അന്ധേര ബഹുത് ഗഹര ഹോ ഗയ, അപ്പോഴേക്കും ഇരുട്ടോ ബഹുത് ഗഹര ഹോ ഗയ, നന്നായിട്ട് വർദ്ധിച്ചിരുന്നു. അന്ധേര ഗഹര ഹോന, ഇരുട്ട് കനക്കുക, ഇരുട്ട് വർദ്ധിക്കുക. ബാരിഷ് ബി മൂസൽദാർ ദി, മഴയുടെ അവസ്ഥയോ? ബാരിഷ് മൂസൽദാർ, മഴയും അതിശക്തമായിരുന്നു. മൂസൽദാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിശക്തം. ബാരിഷ് ബി മൂസൽദാർ, അതിശക്തമാണ്. ആജ് ഹം അപ്നി ജീപ്പ് തക് തോ നഹി പहुंच പായെങ്കെ, ആജ് ഇന്ന് ഞങ്ങൾക്ക്
ഹം അപ്പിനി ജീപ്പ് തക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്പിനി ജീപ്പ് ഞങ്ങളുടെ ജീപ്പ് വരെയൊന്നും നഹി പहुंच പായെങ്കെ എത്തിച്ചേരാൻ കഴിയുകയില്ല. അപ്പിനി ജീപ്പ് തക്ക് ഞങ്ങളുടെ ജീപ്പ് വരെയൊന്നും പहुंच നഹി പായെങ്കെ എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് രാത് യഹി റുക്ന പടേക രാത്രി ഇവിടെ തന്നെ നിൽക്കേണ്ടതായി വരും. രാത്രിയിൽ യഹി ഇവിടെ തന്നെ റുക്ന പടേക നിൽക്കേണ്ടതായി വരും. ഹം ചൂൽഹെ കെ പാസ് ബൈഠക്കർ ഞങ്ങൾ ചൂൽഹെ കെ പാസ് ബൈഠന ചൂൽഹെ കാ പാസ് ബൈഠന ക്യാ ഹെ അടുപ്പിന് സമീപം ഇരുന്നു കൊണ്ട് ഗരം ദാൽ ചാവൽ ഗരം ചൂടുള്ള ദാൽ ദാൽ ക്യാ ഹെ പരിപ്പ് ചാവൽ അരി അല്ലെങ്കിൽ ചോറ് ഓർ സാഗ് കാ ഭോജൻ ഇലക്കറിയും ഭക്ഷണമായി കഴിച്ചു. കഹാ ബൈഠക്കർ എവിടെ ഇരുന്നു കൊണ്ട്, ചൂൽഹെ കെ പാസ് ബൈഠക്കർ അടുപ്പിന് സമീപം ഇരുന്ന്. എന്താണ് ചൂൽഹ എന്ന വാക്കിൻ്റെ അർത്ഥം? അടുപ്പ്. അടുപ്പിന് സമീപം ഇരുന്ന് കോൺസാ ഭോജൻ കിയ ഗരം ദാൽ ചൂടുള്ള പരിപ്പ് ചാവൽ ചോറ് ഓർ സാഗ് കാ ഭോജൻ ഇലക്കറികളും ആജ് ഹംനെ ഭോജൻ കെ രൂപ മേ ഗായ ഞങ്ങൾ ഭക്ഷണമായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭാഗം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. ഓരോ വരിയുടെയും അർത്ഥം പ്രത്യേകം നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ച് വായിക്കുക. ആവശ്യമുള്ള വാക്കുകളുടെ അർത്ഥമൊക്കെ ടെസ്റ്റിൽ നിന്നും നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് വേണം പിന്തുണ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർഭാഗത്തിൽ നമുക്ക് കാണാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.